السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ അഹ്ലുകാർക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും റബ്ബിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വിവിധ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനേകം ആളുകൾ പ്രത്യേകമായി ദുആക്ക് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. യുദ്ധഭീതിയിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ ഹിഫ്ളും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. യുദ്ധ കൊതിയന്മാരായ ഭരണാധികാരികളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലം കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ചർച്ചയും ഇനിയുള്ള ഒരു മാസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മുടെ നാടിന്റെ ഭരണാധികാരികളെ കുറിച്ചും ഭരണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കുറിച്ചും ജയപരാജയങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. ഇങ്ങനെ ജയപരാജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ആത്യന്തികമായിട്ടുള്ള ജയപരാജയങ്ങളെ കുറിച്ച് അവൻ എപ്പോഴും ആലോചിക്കുന്നവനായിരിക്കണം. നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഒരു പരാജയവും ഒരു ജയവും ഒക്കെ. നമ്മളും ഒരു മത്സരത്തിൽ ഇറങ്ങുന്നവരാണ്. ഒരു മത്സരത്തിലാണ് നിലവിലുള്ളത്. ആ മത്സരത്തിലുള്ള ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പക്ഷെ ഇവിടെയല്ല, ആഖിറത്തിലാണ് എന്ന് മാത്രം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പല ഘട്ടങ്ങളിലായി മുഅ്മിനീങ്ങളോട് നിരന്തരമായി ഉണർത്തുന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പരാജയ ഭീതി ഉള്ളവരാകാൻ പാടില്ല. പരാജയ ഭീതി ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, പരാജയം സംഭവിക്കാനുള്ള കാരണങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാവുകയും വേണം. പ്രസിദ്ധമായ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ അസ്ർ. വളരെ ചെറിയൊരു സൂറത്താണ്. വൽ അസ്ർ, കാലത്തിന് തന്നെയാണ് സത്യം, മനുഷ്യന്റെ ആയുസ് തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ തീർച്ചയായും പരാജയത്തിലാണ്. ഖുർആൻ പറയാണ് മനുഷ്യർ പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. എപ്പോഴാണ് മനുഷ്യ സമൂഹത്തിന് നഷ്ടമുണ്ടാകുന്നത്? ഒരു കച്ചവടത്തിൽ നഷ്ടമുണ്ടായി എന്ന് പറയൽ എപ്പോഴാണ്? ഒരാൾ 1000 രൂപ മുതൽ മുടക്കി കച്ചവടം നടത്തി, അന്നേ ദിവസം 1000 രൂപ അയാൾക്ക് കിട്ടിയാൽ ആ കച്ചവടം നഷ്ടമാണ് എന്ന് പറയില്ല. 1000 രൂപ തന്നെ തിരിച്ചു കിട്ടിയാൽ ലാഭം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ലാഭം ഉണ്ടായില്ല എന്നേ പറയൂ, നഷ്ടമുണ്ടായി എന്ന് പറയില്ല. നഷ്ടമുണ്ടായി എന്ന് പറയുന്നപ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ കുറഞ്ഞു പോകുമ്പോഴാണ്. 1000 രൂപക്ക് കച്ചവടം നടത്തിയ ഒരാൾക്ക് 900 രൂപ മാത്രമേ തിരികെ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അവിടെ പറയും അവിടെ നഷ്ടം സംഭവിച്ചു എന്ന്. നഷ്ടമുണ്ടാകുന്ന നമ്മുടെ മൂലധനം കുറഞ്ഞു പോകുമ്പോഴാണ്. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മനുഷ്യൻ നഷ്ടത്തിലാകാൻ മാത്രമുള്ള എന്തു ക്യാപിറ്റലാണ് അവന്റെ കയ്യിലുള്ളത്? അവൻ എന്തു ഇൻവെസ്റ്റ്മെന്റാ നടത്തിയത്? നിക്ഷേപങ്ങളും മൂലധനങ്ങളും ഇല്ലാതെ ഈ ഭൂമിയിൽ പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങളില്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കെന്ത് നഷ്ടമാണ്? പക്ഷെ മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മൂലധനം ഉണ്ടായിരിക്കും. നമ്മൾ വിനിയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആ മുഫസ്സിറുകൾ പറഞ്ഞത് വൽ അസ്ർ, കാലം തന്നെ സത്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനുഷ്യ നിന്റെ ആയുസ് തന്നെയാണ് സത്യം, നീ പരാജയത്തിലാണ് എന്നാണ്. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ മൂലധനം അവന്റെ ആയുസ്സാണ്. ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്ന നേരത്ത് അവന്റെ കണക്കുകൾ, അവന്റെ അവധി നിശ്ചയമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. 50 കൊല്ലത്തെ 60 കൊല്ലത്തെ ആയുസ്സാണ് അവന് നൽകപ്പെടുന്ന മൂലധനം.
ആ ആയുസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആയുസ്സിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിക്ഷേപം നടത്തിക്കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ആ ജീവിതം എനിക്ക് നഷ്ടമാണ് എപ്പോൾ ഈ നൽകപ്പെട്ട ക്യാപിറ്റലിനനുസരിച്ച് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ. അതാണ് തൊട്ടടുത്ത ആയത്തിലൂടെ ഖുർആൻ പറയുന്നത്. ആ നഷ്ടമില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് റബ്ബ് നൽകിയ ആയുസ്സാകുന്ന, ആരോഗ്യമാകുന്ന, നിങ്ങൾക്ക് റബ്ബ് നൽകിയ സമയമാകുന്ന മൂല്യങ്ങളെ, ആ മൂലധനത്തെ നഷ്ടപ്പെടുത്താതെ പണിയെടുക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് നഷ്ടമില്ലാതിരിക്കുന്നത്. അത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈ ആയത്ത് ഓരോ മനുഷ്യരോടും അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെക്കുറിച്ച്, യാഥാർത്ഥ്യബോധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു എന്നാണ്. അതുകൊണ്ട് ആ സ്വഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ യാത്ര പറഞ്ഞ്, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്ന നേരത്ത് എല്ലാം കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു, രണ്ട് സ്വഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം ഈ സൂറത്ത് ഓതി കേൾപ്പിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ് പിരിഞ്ഞു പോയിരുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സൂറത്താണത്. അതുകൊണ്ടാണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിലെ ബാക്കി 113 സൂറത്തുകളുമില്ലാതെ ഈ ഒരൊറ്റ സൂറത്ത് മാത്രമാണ് ഖുർആൻ അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ലകഫതുഹും, മനുഷ്യർക്ക് ഈ സൂറത്ത് മാത്രം മതിയാകുമായിരുന്നു. അത്രമേൽ ആശയ സമ്പൂർണത ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരമായി ജീവിതത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആത്യന്തികമായി വിജയം ഉണ്ടാവുന്നത്. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പരാജിതരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പരാജിതരെന്ന് ഖുർആൻ പറയുന്നത് കാണാം. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. വലിയ ഗുരുതരമായ ഒരു പരാജയത്തെ കുറിച്ചാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ومن الناس من يعبد الله على حرف, അള്ളാഹുവിനെ സംശയത്തോടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ചിലരുണ്ട്. അവർ മുസ്ലിങ്ങളാണ്, നിസ്കരിക്കാൻ വരുന്നുണ്ട്, ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്, കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു സംശയമാണ് അള്ളാഹിനെ കുറിച്ച്. ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഡൗട്ടുകൾ. ഏത് ഡൗട്ട്? എന്താണ് സംശയം അവർക്ക്? ഖുർആൻ പറയാൻ, അവർക്ക് ജീവിതത്തിൽ അല്ലാഹു തആല നന്മകൾ ചെയ്താൽ അവർക്ക് വലിയ സന്തോഷമാണ്. അവർ ആഗ്രഹിച്ച പോലെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവർക്ക് സന്തോഷം. അല്ലാഹു തആല എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്, എനിക്ക് വലിയ പ്രിയമാണ്. എന്നാൽ അവർക്ക് അല്ലാഹു തആല ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളെ, എന്തെങ്കിലും അപായങ്ങളെ കണക്കാക്കിയാൽ, ഒരു ബുദ്ധിമുട്ടോ അസുഖമോ ഒരു സാമ്പത്തിക ഞെരുക്കമോ വന്നാൽ നേരെ തല കീഴ്മേൽ മറിയുന്നവരായി മാറും. അവർ പിന്നെ റബ്ബിനെ കുറ്റം പറയാൻ തുടങ്ങും, ഈ ദീന് മോശമാണെന്ന് പറയാൻ തുടങ്ങും. അവരുടെ കുഴപ്പങ്ങളൊക്കെ റബ്ബിലേക്ക് ചാർത്തിക്കളയും. ഇങ്ങനെ സംശയത്തിന്റെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ തെല്ലിൽ പോയി നിന്നിട്ട് അവിടെ വീഴാൻ കാത്തിരിക്കുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു മതിലിന്റെ പുറത്ത് കയറി നിൽക്കുന്നവനെ പോലെ സംശയത്തിന്റെ ബലത്തിൽ ഇസ്ലാമിൽ നിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, അവന് ദുനിയാവും പരാജയമാണ്, ആഖിറവും പരാജയമാണ്. ദുനിയാവ് എങ്ങനെ അവർക്ക് പരാജയമാവുന്നത്? അത് അങ്ങനെയുള്ള ആളുകൾക്ക് ദുനിയാവിന് ഒട്ടും സമാധാനം ഉണ്ടാവില്ല, എന്ത് വന്നാലും ടെൻഷനായിരിക്കും. ദുനിയാവിന്റെ ദുനിയാവ് പരാജയപ്പെട്ടു പോയി. അവന്റെ ആഖിറവും പരാജയമാണ്. ആഖിറം പരാജയം എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ആഖിറത്തിൽ നരകമാണ്. ദുനിയാവിൽ സമാധാനം കിട്ടണമെങ്കിൽ ഉള്ളിൽ നല്ല ഉറപ്പുള്ള വിശ്വാസം ഉണ്ടാകണ്ടേ? ഇല്ലെങ്കിൽ പേടിയോടുകൂടിയുള്ള ജീവിതമായിരിക്കും. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്? മദീനയിലേക്ക് കുറച്ചാളുകൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. അങ്ങനെ പലരും ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരും. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്നിട്ട് ഒരു കൂട്ടർ മുസ്ലിം ആകാൻ വന്ന് അവർ മുസ്ലിമായിട്ട് അവർ നാട്ടിലേക്ക്, ദൂരപ്രദേശത്തേക്ക്, ഗ്രാമങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോവും. അങ്ങനെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോയി
അവിടെ ചെന്ന് ആ കൊല്ലം നല്ല വിളവ് കിട്ടിയാൽ, നല്ല ഭക്ഷണം കിട്ടിയാൽ, നല്ല മഴ കിട്ടിയാൽ, അവരുടെ മക്കൾ പ്രസവിച്ചാൽ, നല്ല കുഞ്ഞുങ്ങളുണ്ടായാൽ, അല്ലെങ്കിൽ അവരുടെ കുതിരകൾക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ, അവരുടെ ജീവിത പ്രശ്നങ്ങളൊന്നും ഒക്കെ പരിഹരിക്കപ്പെട്ടാൽ അവര് പറയും ഇന്ന ദീനനാ സാലിഹ്, എന്തോ ഒരു നല്ല ദീനാണ്, ഈ ദീനിലേക്ക് വന്ന പാടെ എനിക്കൊരു കുഴപ്പമില്ല, ഈ ദീനിലേക്ക് വന്ന പാടെ ഞാൻ സുരക്ഷിതനാണ്, ഇങ്ങനെ അവരിങ്ങനെ ആത്മഗതം ചെയ്യും. എന്നാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, എന്നാൽ അവര് നേരെ നാട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ആ കൊല്ലം പിന്നെ ക്ഷാമത്തിന്റെ കൊല്ലമായി എന്ന് കരുതുക. ആ കൊല്ലം വിളവെടുപ്പുണ്ടായില്ല, ആ കൊല്ലം തങ്ങളുടെ മൃഗങ്ങൾക്കൊക്കെ അസുഖങ്ങൾ, മക്കളൊന്നും പ്രസവിക്കുന്നില്ല, ഭാര്യമാര് പ്രസവിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവര് പറയുമത്രേ മാ ഫീ ദീനിനാ ഹാദാ ഖൈർ, ഈ ദീനിൽ ഒരു ഖൈറുമില്ല, ഈ ദീനിൽ ഒരു ഖൈറുമില്ല. ഈ ദീനിൽ ഖൈറുണ്ടായിരുന്നുവെങ്കിൽ എന്റെ കുട്ടികൾ, എന്റെ ഭാര്യ പ്രസവിക്കണ്ടേ, എന്റെ ജീവികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ, എന്റെ ബാധ്യതകൾ തീരണ്ടേ എന്നിങ്ങനെ മനുഷ്യന്റെ ഭൗതിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാത്രം അള്ളാഹുവിന്റെ ദീനിനെ കാണുന്ന ആളുകൾ, സമീപിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഖുർആൻ ഈ ആയത്തിറങ്ങിയത്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. കുറെ ആളുകളുണ്ട്, അവർക്ക് ദുനിയാവുണ്ടെങ്കിൽ മാത്രം ഇസ്ലാമിനോട് പ്രിയം, ദുനിയാവ് കുറഞ്ഞു പോയാൽ അവർക്ക് ഇസ്ലാമിനോട് വ്യസനമുണ്ടാകുന്നു. എന്നിട്ട് ഖുർആൻ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പരാജയം, അതാണ് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഈ സ്ഥിതി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആഖിറു സമാനിൽ എത്തിക്കഴിഞ്ഞാൽ, അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളാകുന്ന ആളുകളുടെ ഈമാൻ ഇതുപോലെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈമാൻ ചോർന്നു പോകും, ഈമാനിന്റെ തീവ്രത കുറഞ്ഞു വരാൻ ആളുകൾക്ക് തുടങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലഘട്ടത്തെ കുറിച്ച് ഏതൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ ആ മുന്നറിയിപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ അന്ത്യനാളിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞുവോ അതെല്ലാം കാണുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഒന്ന് പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, അൻ തലിദൽ അമതു റബ്ബതഹാ, ഒരു അടിമ സ്ത്രീ തന്റെ യജമാനനെ പ്രസവിക്കൽ. അടിമയായ ഒരു പെണ്ണ്, ആ പെണ്ണ് പ്രസവിക്കുന്നത് തന്റെ യജമാനനെയാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്താണ് അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ലോകത്ത് ഈ പ്രകൃതിയിൽ സ്വാഭാവികമായി നടന്നു വന്നിരുന്ന കാര്യങ്ങളുടെ നേരെ വിപരീതം ഉണ്ടാവുക, എല്ലാതും നേരെ വിപരീതമായി മാറുക. അടിമ സ്ത്രീ ഒരിക്കലും യജമാനനെ പ്രസവിക്കാറില്ല. യജമാനനാണ് അടിമ സ്ത്രീയെ പരിപാലിക്കുന്നതും ഒക്കെ ചെയ്യുക. അതിൽ നിന്ന് നേരെ തിരിച്ച് അടിമ സ്ത്രീകൾ യജമാനനെ ഭരിക്കുന്ന കാലം. ഇത് ആഖിറു സമാനിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് എല്ലാ പ്രകൃതി നിയമങ്ങളായിട്ട് കരുതപ്പെടുന്ന നിയമങ്ങൾ പോലും കീഴ്മേൽ മറിഞ്ഞുപോയി അല്ലെ? ലോകത്ത് മനുഷ്യവംശത്തിന്റെ നൂറ്റാണ്ടുകളുടെ ചരിത്ര പ്രയാണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള ആൺ പെൺ ബന്ധങ്ങളെ കുറിച്ച് നിരാകരിക്കുകയോ അവരുടെ പ്രത്യുൽപാദനത്തിന്റെ പ്രചരണത്തിന്റെ അനിവാര്യതയെ നിഷേധിക്കുകയോ ചെയ്യുന്ന ഒരു ഘട്ടം പോലും മാനവ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ ഈ ജീവിക്കുന്ന നൂറ്റാണ്ടിലാണ് ആദ്യമായി കേൾക്കുന്നത് കുടുംബം വേണ്ട, മക്കളുണ്ടാകണ്ട, പ്രത്യുൽപാദനങ്ങൾ വേണ്ട, നമുക്ക് ശേഷം പ്രളയമായിക്കോട്ടെ എങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. നോക്കൂ, മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനെ പോലും മനുഷ്യർ ചോദ്യം ചെയ്യുന്ന പ്രവണത മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കുടുംബം വേണ്ടെന്ന് പറയുന്ന കുടുംബ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന രീതി ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മനുഷ്യർക്കിടയിലുള്ള പ്രത്യുൽപാദനത്തിന്റെ മാർഗങ്ങളായി, വിഹിത മാർഗങ്ങളായി അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈവാഹിക ബന്ധങ്ങളെ കുറിച്ച്. എന്നാൽ ലോകചരിത്രത്തിൽ സ്ത്രീയെ വീഴ്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യയായി തന്റെ പങ്കാളിയായിട്ട് സ്വീകരിക്കുന്നത് ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു പങ്കാളിയായി പൂർണ്ണമായി സ്ത്രീകളെയും പുരുഷനെയും കാണുന്ന ഒരു സമീപനം ലോക ചരിത്രത്തിൽ, അതിനെ ആദർശവൽക്കരിക്കുന്ന,
അതിനൊരു നന്മയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന, അതിന്റെ ഭാഗമായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി പ്രിവിലേജുകൾ സമൂഹത്തിൽ നൽകപ്പെടുന്ന ഒരു കാലമായി നമ്മുടെ കാലം മാറിയില്ലേ? അൻതലിദല്ലമ തുറബത്തഹ, എല്ലാം മാറി, എല്ലാം മാറി. തങ്ങൾ കാലം അവസാനമായാൽ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫിത്തന പൊട്ടിപ്പുറപ്പെടുമെന്ന്. എന്താണ് ഈ ഫിത്തന? മുസീബത്തുകളെ കുറിച്ചല്ല. മുസീബത്തുകൾ, നമ്മളെക്കാൾ വലിയ മുസീബത്തുകൾ മുൻകാലത്തെ പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം ഫിത്തനയാകുന്നത് എപ്പോഴാണ്? ഫിത്തനയാകുന്നത് അതിൽ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയാതെ പോകുന്ന ഒരു പരിതസ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഫിത്തന എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ നിരന്തരമായി സംഘടനകൾ ഉണ്ടായി, യുദ്ധങ്ങൾ ഉണ്ടായി, പോരാട്ടങ്ങൾ ഉണ്ടായി. പക്ഷേ ഒരു യുദ്ധത്തെക്കുറിച്ചും അതൊരു ഫിത്തനയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഫിത്തന പൊട്ടി പുറപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടായ ഒരു യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ രണ്ടു ഭാഗത്തും മുസ്ലിങ്ങളാണ്, രണ്ടു ഭാഗത്തും കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. ആ യുദ്ധത്തെക്കുറിച്ചാണ് ചരിത്രം പറഞ്ഞത് ഫിത്നയുടെ കാലം തുടങ്ങി എന്ന്. എന്താ കാരണം? ഇതിൽ ഏതു ശരി ഏതു തെറ്റ് എന്ന് തീരുമാനിക്കുവാൻ കഴിയാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലായ നേരമായിരുന്നു. ഫിത്നയുടെ പ്രത്യേകത ഏതാണ്? എവിടെ നിൽക്കണമെന്ന് അറിയാൻ കഴിയില്ല. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടെത്താൻ പോലും കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ശരിയാണെന്ന് തീരുമാനിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അത് തെറ്റായിരിക്കാമെന്ന അനുമാനം നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നു. തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വിധം ഹക്കും ബാത്തിലും കൂടിക്കലരുന്ന ഒരു കാലമാണ് ഫിത്നയുടെ കാലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ ഇൽമുള്ള, ദീനുള്ള, ഈമാനുള്ള ആളുകൾ മലമുകളിലേക്ക് ഒഴിഞ്ഞു പോയിട്ട് അവിടെ ജീവിതം നയിക്കുന്നവരായി കാണാൻ കഴിഞ്ഞേക്കാം എന്ന്. അതുകൊണ്ടാ പറഞ്ഞത്, ഭൂമിയിലൂടെ നടന്നു പോകുന്ന ആളുകൾ, പടച്ചോനെ എന്നെ ഒന്ന് മരിപ്പിച്ചെങ്കിൽ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഖബറിൽ ജീവിക്കലാണ് നല്ലത് എന്ന് ആളുകൾ കരുതും. അത്രയും വലിയ മാനസിക സംഘർഷം നേരിടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, അങ്ങനെയുള്ള ഒരു കാലത്ത് ദീന് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു പരാജയ ഭീതി മുഅ്മിനീങ്ങളെ ബാധിക്കുന്ന കാലത്ത് നല്ല ഖുവ്വത്തോടുകൂടി ഈമാനിനെ മുറുകെ പിടിക്കാൻ കഴിയണം. ആ ഈമാൻ മുറുകെ പിടിക്കേണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോടും അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള മഹബ്ബത്തിലൂടെ അമലുകൾ നിർവഹിക്കുവാൻ കഴിയുക എന്നത് മാത്രമാണ് മുഅ്മിനീങ്ങളുടെ ഈമാനിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന കാര്യം. ഇസ്ലാമിന്റെ അതോറിറ്റി അള്ളാഹുവാണ്, പരിശുദ്ധ ദീനിന്റെ അതോറിറ്റി അള്ളാഹുവാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പിൽക്കാലത്ത് വന്നിട്ടുള്ള സ്വഹാബികൾ, താബിഈകൾ, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഇവരൊക്കെയാണ് ഇസ്ലാമിന്റെ ആധികാരികമായ അതോറിറ്റികൾ. ഈ അതോറിറ്റികളുടെ മഹബ്ബത്ത് ഉണ്ടാവുക, ആ മഹബ്ബത്താണ് നമ്മുടെ അമലുകൾ നമുക്ക് മധുരമുള്ളതാക്കി മാറ്റി തരുന്നത്. എല്ലാ അമലുകളുടെ കാര്യവും അങ്ങനെ തന്നെ. ബാപ്പയോട് എനിക്ക് ഇഷ്ടമുണ്ടാകുമ്പോഴാണ് എന്റെ പിതാവിനോട് പറയുന്ന ശാസനകളെ അല്ലെങ്കിൽ കൽപ്പനകളെ അനുസരിക്കാൻ എനിക്ക് ആസ്വാദ്യകരമായിട്ട് അനുസരിക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി എനിക്ക് തിരക്കുള്ള സമയം പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്, ആസ്വാദനത്തോടെ മാറ്റിവെക്കാൻ കഴിയുന്നത് അവനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായത് കൊണ്ടാണ്. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് മാനസികമായ താല്പര്യമില്ലാതെ ഒരു കാര്യവും ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിയമങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരമായി ദീന് നമ്മളോട് കൽപ്പനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ശിരസാവഹിക്കേണ്ട ഒരു മുസ്ലിമിന്റെ ഉള്ളിൽ ഈ അതോറിറ്റികളുടെ മഹബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആസ്വാദ്യകരമായിട്ട് ജീവിക്കാൻ കഴിയൂ. ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുക എന്നതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്റെ ജോലിയേക്കാൾ, എന്റെ മറ്റു സംസാരങ്ങളെക്കാൾ, മറ്റുള്ളവരോടുള്ള ഇടപഴകലുകളേക്കാൾ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി പള്ളിയിലേക്ക് പോകലാണ് എന്ന് എന്റെ ഹൃദയം എന്നോട് പറയണമെങ്കിൽ എന്നോട് പോകാൻ പറഞ്ഞ റബ്ബിനോടും റസൂലിനോടും എനിക്ക് ഉള്ളിൽ മഹബത്ത് ഉണ്ടാകണം. ആ മഹബത്താണ് അവസാന കാലഘട്ടത്തിലെ ഈമാനും നമ്മുടെ തഖ്വയും ഒക്കെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അൽ ഖുസ്റാനുൽ മുബീൻ എന്ന് പറഞ്ഞ ആ ഭീമമായ പരാജയത്തിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, പരാജയം എന്ന് പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ അവനവന്റെ കുടുംബക്കാർ, അവനവന്റെ അഹ്ലുകാർ, ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ആഖിറത്തിൽ ആർക്കെങ്കിലും പരാജിതരായി അവർ മാറുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജിതരെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ മാതാപിതാക്കളും ഞാൻ പരിപാലിക്കേണ്ടവർ,
അവർ ആഖിറത്തിൽ പരാജിതരായി പോവുക, ആഖിറത്തിൽ വിജയിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരാജയമെന്ന്. അപ്പോ ആപേക്ഷികമായ പരാജയങ്ങളാണ് ദുനിയാവിൽ ഉണ്ടാകുന്നതെങ്കിൽ ആത്യന്തികമായ പരാജയത്തിന്റെ ദിനം അത് യൗമുദ്ദീനാണ്, അവസാന ദിനമാണ്, ബർസഖിന്റെ കാലമാണ്. അള്ളാഹു അവിടെ വിജയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദുന്യവിയായ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഈമാനിനെ സംരക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമുഅക്ക് ശേഷം കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മഹല്ല് കാരണവർ കൂടിയായിരുന്ന മുളന്തല കുഞ്ഞുട്ടികാക്കാന്റെ ഭാര്യ നഫീസ ഹജ്ജുമ എന്നിവർക്ക് വേണ്ടിയുള്ള തഹ്ലീൽ ഉണ്ടായിരിക്കും. അവരുടെ മക്കൾ നമ്മുടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് 52,000 രൂപ ഹദിയ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ സദഖയെ സ്വീകരിക്കട്ടെ. ആ സദഖയുടെ സവാബിനെ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. റബ്ബിന്റെ എല്ലാ നഈമകളും സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറക്കപ്പെട്ട ഖബറായി ആ ഖബറിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ജാരിയായ സദഖയായി റബ്ബ് ആ സദഖയെ സ്വീകരിക്കട്ടെ. എല്ലാ കാലവും അതിന്റെ പ്രതിഫലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിലേക്കും അവരുടെ ബർസഖിയായ ആനന്ദങ്ങളുടെ കാരണങ്ങളാക്കി മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.